ഹലോ കോഡേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ മെഡിക്കൽ കോഡിംഗ് പീഡിയ. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയോളജി ചാപ്റ്ററിലെ ഗൈഡ് ലൈൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സെറ്റാണ്. പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നതായിരിക്കും. അതെന്തായാലും എല്ലാവരും വാച്ച് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. CT scan, CPT codes guidelines. CT scan codes are arranged based on contrast material used or not. First standalone code would be without contrast study and followed by two intended codes. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. CT of chest 71250. CT of chest without contrast 71260. CT of chest with contrast 71270. CT of chest with and without contrast. We have combination codes for CT of abdomen and pelvis 74176, 74177 and 74178, and individual codes for CT of the abdomen 74150, 74160, 74170, and CT of the pelvis 72192, 72193, 72194. If both the surveys are performed on the same day, report only the combination codes. അതായത് ഈ CT സ്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിന്റെ ബേസിലാണ് നമ്മൾ കോഡ് പിക്ക് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും CT ഓഫ് ചെസ്റ്റിന്റെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ CT ഓഫ് അബ്ഡമൻ ആൻഡ് പെൽവിസിന്റെ കുറച്ച് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ CT ഓഫ് അബ്ഡമന്റെയും കോഡുകളുണ്ട്, CT ഓഫ് പെൽവിസിന്റെയും കോഡുണ്ട്. പക്ഷേ CT അബ്ഡമന്റെയും പെൽവിസിന്റെയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കോമ്പിനേഷൻ കോഡ് വേണം പിക്ക് ചെയ്യാനായിട്ട്. സെപ്പറേറ്റ് കോഡ് അല്ലാണ്ട് കോമ്പിനേഷൻ കോഡ് വേണം നമ്മൾ പിക്ക് ചെയ്യാൻ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 74176, 74177 ആൻഡ് 74178. ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 536ലാണ്. നിങ്ങൾക്ക് മനസ്സിലാവും ആ CT ഓഫ് അബ്ഡമൻ ആൻഡ് പെൽവിസിനായിട്ടാണ് ഒരു ടേബിൾ ഉണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് കോഡുകൾ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി നോക്കുക. CT ഓഫ് പെൽവിസ് WO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് കോൺട്രാസ്റ്റ് എന്നാണ്. W എന്നുള്ളത് വിത്ത് കോൺട്രാസ്റ്റ് എന്നുള്ള ആ ഒരു മീനിങ് ആണ്. WO/W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഫോളോഡ് ബൈ വിത്ത് എന്നതാണ് മീനിങ്. അപ്പൊ ഇനി നമ്മൾ ഈ ഒരു ടേബിൾ നോക്കിയിട്ട് എങ്ങനെയാണ് കോഡ് പിക്ക് ചെയ്യേണ്ടത് നോക്കാം. ക്വസ്റ്റ്യനില് CT അബ്ഡമൻ വിത്തൗട്ട് കോൺട്രാസ്റ്റും അതേപോലെ തന്നെ CT പെൽവിസ് വിത്ത് കോൺട്രാസ്റ്റും ആണെന്നുണ്ടെങ്കിൽ ആൻസർ 74178 വേണം പിക്ക് ചെയ്യാനായിട്ട്. ഇനി ക്വസ്റ്റ്യനില് CT അബ്ഡമൻ വിത്ത് കോൺട്രാസ്റ്റും CT പെൽവിസ് വിത്തൗട്ട് ഫോളോഡ് ബൈ വിത്ത് കോൺട്രാസ്റ്റും ആണെന്നുണ്ടെങ്കിൽ ആൻസർ 74178 ആണ്. ഇനി അടുത്തത് CT അബ്ഡമൻ വിത്തൗട്ട് ഫോളോഡ് ബൈ വിത്ത് കോൺട്രാസ്റ്റ്, CT പെൽവിസ് വിത്ത് കോൺട്രാസ്റ്റ്, ആൻസർ വരുന്നത് 74178 ആണ്. ഈ ടേബിൾ നോക്കിയിട്ട് ആൻസർ പിക്ക് ചെയ്യേണ്ടതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. നിങ്ങൾ കോമ്പിനേഷൻ കോഡ് ഉണ്ടെങ്കിൽ അത് വേണം പിക്ക് ചെയ്യേണ്ടത്. CT ഓഫ് അബ്ഡമൻ ആൻഡ് പെൽവിസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് കോമ്പിനേഷൻ കോഡാണ്. അല്ലാത്ത പക്ഷം നമ്മൾ എടുക്കേണ്ടത് സ്റ്റാൻഡേർഡ് കോഡാണ്. സ്റ്റാൻഡേർഡ് കോഡ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ CT ഓഫ് പെൽവിസിന്റെ സ്റ്റാൻഡേർഡ് കോഡ് പറഞ്ഞിരിക്കുന്നത് വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണെങ്കിൽ 72192 അങ്ങനെയാണ്. അതാണ് സ്റ്റാൻഡേർഡ് കോഡ് ട്ടോ. ഇഫ് 3D ഈസ് പെർഫോമിംഗ് അലോങ് വിത്ത് CT സ്കാൻ, then report both CT scan and 3D with either CPT 76376 or 76377 based on the requirement of an independent workstation. അതായത് CT സ്കാനിന്റെ ഒപ്പം 3D കൂടി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ട് കോഡ് ചെയ്യണം. 3Dക്ക് രണ്ട് കോഡാണുള്ളത്, 76376ഉം 76377. അത് ബേസ്ഡ് ഓൺ വർക്ക് സ്റ്റേഷൻ അനുസരിച്ചിട്ട് വേണം നമ്മളത് കോഡ് പിക്ക് ചെയ്യാനായിട്ട്. നമുക്ക് 76376 എന്താണെന്ന് നോക്കാം. 3D rendering with interpretation and reporting of computed tomography, magnetic resonance imaging, ultrasound or other
tomographic modality with image post-processing under concurrent supervision, not requiring image post-processing on an independent workstation. 76377 എന്താന്ന് നോക്കാം. 3D rendering with interpretation and reporting of computed tomography, magnetic resonance imaging, ultrasound or other tomography modality with image post-processing under concurrent supervision, requiring image post-processing on an independent workstation. 76377 requiring image post-processing on an independent workstation. പക്ഷേ 76376 not requiring image post-processing ആണ്. സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ രണ്ട് കോഡ് വേർതിരിച്ച് പിക്ക് ചെയ്യാനായിട്ട്. ബില്ലിംഗ് ഗൈഡ്ലൈൻസ്. If the CT scan is performed without using IV contrast and later on the same day one more CT scan of the same anatomical site is repeated using contrast material would be coded as with and without contrast study. സെയിം ഡേയില് സെയിം അനാട്ടമിക്കൽ സൈറ്റില് ആദ്യം നമ്മൾ വിത്തൗട്ട് കോൺട്രാസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരു CT സ്കാൻ എടുത്തു. അതിനുശേഷം ആ സെയിം അനാട്ടമിക്കൽ ലൊക്കേഷനിൽ വിത്ത് കോൺട്രാസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ CT സ്കാൻ പിക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോഡ് പിക്ക് ചെയ്യേണ്ടത് വിത്ത് ആൻഡ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് സ്റ്റഡിയുടെ CT സ്കാനിന്റെ ആ ഒരു കോഡ് വേണം നമ്മൾ പിക്ക് ചെയ്യാനായിട്ട്. കോൺട്രാസ്റ്റ് മെറ്റീരിയൽ അഡ്മിനിസ്ട്രേഡ് വിയ ഇൻട്രാവീനസ് മീൻസ് നമ്മൾ വെയിൻ വഴി ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഇൻട്രാ ആർട്ടീരിയൽ മീൻസ് ആർട്ടറി വഴിയാണ്. ഇൻട്രാ ആർട്ടിക്കുലർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ജോയിന്റ് വഴി ഇൻജെക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇൻട്രാതീക്കൽ മീൻസ് സ്പൈനൽ കോഡ് വഴി. ഈസ് കൺസിഡേർഡ് എ കോൺട്രാസ്റ്റ് സ്റ്റഡി. കോൺട്രാസ്റ്റ് അഡ്മിനിസ്ട്രേഡ് വിയ ദ റെക്ടൽ ഓർ ഓറൽ റൂട്ട് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് കോൺട്രാസ്റ്റ് സ്റ്റഡി. അതായത് ഓറലിയും റെക്ടലിയും നമ്മൾ വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇൻട്രാവീനസ്, ഇൻട്രാ ആർട്ടീരിയൽ, ഇൻട്രാ ആർട്ടിക്കുലർ ആൻഡ് ഇൻട്രാതീക്കൽ അതൊക്കെ നമ്മൾ വിത്ത് കോൺട്രാസ്റ്റ് സ്റ്റഡി ആയിട്ടാണ് പരിഗണിക്കുന്നത്. നെക്സ്റ്റ് CTA സ്കാൻ CPT കോഡ്സ് ഗൈഡ്ലൈൻസ്. CTA codes are mostly single codes following CT codes. All the CTA codes are with contrast study and including image post-processing. Hence, 3D codes should not be billed separately. നമ്മൾ നേരത്തെ CTയുടെ ഒപ്പം 3D കോഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 3D എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് രണ്ടും കോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ CTA സ്കാനിന്റെ കേസിൽ നമ്മൾ 3D കോഡുകൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 76376ഉം 76377ഉം നമ്മൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല CTAയുടെ കൂടെ. പക്ഷേ CTയുടെ കൂടെ നമ്മളത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം. CTയുടെ കൂടെ ഇൻക്ലൂഡിംഗ് ഇമേജ് പോസ്റ്റ് പ്രോസസിംഗ് എന്നും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 3D സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. MRI scan CPT codes guidelines. MRI scan codes are arranged based on contrast material used or not. First standalone code would be without contrast study and followed by two intended code. Second code is for with contrast and the third code would be with and without contrast study. അതായത് MRIയുടെ കോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺട്രാസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് MRIയുടെ കോഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. MRI ഓഫ് ബ്രെയിൻ CPT 70551 MRI of the brain without contrast. 70552 MRI of the brain with contrast. 70553 MRI of the brain with and without contrast. One exception is MRI of the spinal canal and contents with and without contrast study. CPT are given separately. 72156, 72157 and 72158. എല്ലാവരും CPT കോഡ് 72156 നോക്കുക. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, സ്പൈനൽ കനാൽ ആൻഡ് കണ്ടൻസ്,
without contrast material followed by contrast material and further sequences. Cervical ആണെന്നുണ്ടെങ്കിൽ 72156, thoracic ആണെന്നുണ്ടെങ്കിൽ 72157, lumbar ആണെങ്കിൽ 72158. അതായത് ഈ വെർട്ടിബ്രയുടെ അനുസരിച്ചിട്ടാണ് ഇവിടെ കോഡുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. MRI of the upper extremity and lower extremity. Two sets of code are given for joint and non-joint studies. Upper extremity non-joint study, arm or forearm, 732182, 73220. Upper extremity joint study, shoulder or elbow or wrist, 732212, 73223. Lower extremity non-joint study, thigh or lower leg, 737182, 73720. Lower extremity joint study, hip or knee or ankle, 737212, 73723. Note: if the shoulder and elbow of the same extremity is performed on the same day, then append modifier 59, distinct procedure. Example 73221, 73221 with modifier 59. 73221 magnetic resonance imaging any joint of upper extremity without contrast material. upper extremity എന്ന് ഉദ്ദേശിക്കുന്നത് കൈയിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അപ്പർ എക്സ്ട്രിമിറ്റിയിൽ ഷോൾഡറിലും ചെയ്തിട്ടുണ്ട്, എൽബോയിലും ചെയ്തിട്ടുണ്ട്, MRI ചെയ്തിട്ടുണ്ട്. സെയിം ഡേയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കോഡ് ചെയ്യേണ്ടത് 73221, 73221 വിത്ത് മോഡിഫയർ 59. മോഡിഫയർ 59 യൂസ് ചെയ്യുന്നത് അത് ഡിസ്റ്റിങ്ക്റ്റ് പ്രൊസീജിയർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഐ മീൻ ഷോൾഡറിലും ചെയ്തിട്ടുണ്ട്, എൽബോയിലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ രണ്ട് കോഡും അതിന് രണ്ടാമത്തെ കോഡിന്റെ ഒപ്പം ഒരു കോഡ് രണ്ട് തവണയും ആ രണ്ടാമത്തെ കോഡിന്റെ ഒപ്പം മോഡിഫയർ 59ഉം ഇട്ടുകൊടുത്തത്. MRI scan CPT codes guidelines. MRI scan codes are mostly single code following MRI codes. Rare cases these are 3 codes, first standalone code followed by 2 intended code. Example MRI of neck, CPT 70547, MRI of the neck without contrast, CPT 70548, MRI of the neck with contrast, CPT 70549, MRI of the neck with and without contrast. 3D codes 76376 or 76377 should not be billed separately along with the MRI codes. Apart from above mentioned procedure, all the surgery related radiological supervision and interpretation codes are listed out in radiology section, as well as the imaging guidance codes are listed in the radiology section. Ultrasound or fluoroscopic or computer tomography or magnetic resonance guidance. അതായത് MRI കോഡുകളിലൊപ്പം നമ്മൾ 3D കോഡ് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി അതിൽ ബണ്ടിൽഡ് ആണ്. 3D കോഡുകളാണ് 76376ഉം 76377ഉം. Important imaging guidance CPTs are ultrasound guidance 76937 vascular and 76942 non-vascular. Fluoroscopic guidance 77001 vascular, 77002 non-vascular, 77003 spinal. CT guidance 77012, MRI guidance 77021. Based on medical documentation, we need to assign the most appropriate guidance CPT codes along with the surgery codes. 77021 നോക്കുക. Magnetic resonance imaging guidance for needle placement. Example for biopsy, needle aspiration, injection or placement of localization device. Radiological supervision and interpretation.
ഇതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഡു നോട്ട് റിപ്പോർട്ട് 77021 in conjunction with 10011, 10012, 10030, 19085, 19287, 32408, 32554, 32555, 32556, 32557, 0232T, 0481T. അതായത് ഈ കോഡുകൾ ഇതൊക്കെ സർജറിയുടെ കോഡുകളാണ്. അതിന്റെ ഒപ്പം ഒന്നും എന്താണ് ഈ MRI കോഡ് അപ്പൻഡ് ചെയ്യാൻ പാടില്ല. 0232T, 0481T അതൊക്കെ കാറ്റഗറി 3 കോഡുകളാണ്. CPT ബുക്കിൽ തന്നെ ഉണ്ട്. അതിന്റെ കോഡും അതിന്റെ കൂടെയും നമ്മൾ ഈ MRI കോഡുകൾ അപ്പൻഡ് ചെയ്യാൻ പാടില്ല. ഇനി എല്ലാവരും 77012 നോക്കുക. കമ്പ്യൂട്ടർ ടൊമോഗ്രഫി ഗൈഡൻസ് ഫോർ നീഡിൽ പ്ലേസ്മെന്റ്. എക്സാമ്പിൾ ബയോപ്സി, aspiration, injection, localization device, radiological supervision and interpretation. അതിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ കോഡുകൾ ഏതിന്റെ ഒപ്പം യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇതിന് ഓൾറെഡി ബയോപ്സിയും അസ്പിരേഷനും ഇഞ്ചക്ഷനും ലോക്കലൈസേഷൻ ഡിവൈസും ഒക്കെ ബണ്ടിലാണ്. അപ്പൊ അങ്ങനെ ബണ്ടിലായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നെ നമ്മൾ സെപ്പറേറ്റ്ലി കോഡ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഗൈഡൻസ്. നെക്സ്റ്റ്, diagnostic ultrasound for different anatomic region that have complete and limited ultrasound codes. Note the elements that comprise a complete exam. The document should contain all the listed elements or should have a reason that an element could not be seen due to surgically absent or obscured by bowel gas. അതായത് ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ട്. അത് മൊത്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കോഡില് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് നമ്മൾ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത വശം നമ്മൾ എടുക്കേണ്ടത് ലിമിറ്റഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള കോഡുകളാണ്. ഇഫ് ലെസ് ദാൻ ദ റിക്വയർഡ് എലമെന്റ്സ് ഫോർ എ കംപ്ലീറ്റ് എക്സാം വുഡ് ബി റിപ്പോർട്ടഡ് വിത്ത് ലിമിറ്റഡ് സ്റ്റഡി കോഡ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എക്സാമ്പിൾ, ultrasound of abdomen require 8 elements: liver, gallbladder, CBD, pancreas, spleen, kidney, upper abdomen, aorta and IVC. To code CPT 76700. അതായത് 76700 നമ്മൾ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിവർ, ഗാൾബ്ലാഡർ, CBD, പാൻക്രിയാസ്, സ്പ്ലീൻ, കിഡ്നി, അപ്പർ അബ്ഡോമിനൽ അയോട്ട അതൊക്കെ മെൻഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് 76700 പിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇഫ് എ സിംഗിൾ ഓർഗൻ ഓർ സിംഗിൾ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ ഈസ് പെർഫോംഡ്, ദെൻ കോഡ് CPT 76705. നമ്മൾ നേരത്തെ കംപ്ലീറ്റിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ഓർഗൻസ് ഉണ്ട്. ലിവർ, ഗാൾബ്ലാഡർ, CBD, പാൻക്രിയാസ്, സ്പ്ലീൻ, കിഡ്നി എക്സെട്ര. അതിൽ ഏതെങ്കിലും ഒന്നിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പിക്ക് ചെയ്യേണ്ടത് ലിമിറ്റഡിന്റെ കോഡാണ്. അതായത് 76705. നോട്ട്, a limited exam of an anatomic region should not be reported along with a complete exam of that same region performed at the same session. If performed at a different session, can bill both the service with the modifier 59 to the limited service CPT. അതായത് സെയിം സെഷനില് സെയിം റീജിയനില് ലിമിറ്റഡും കംപ്ലീറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് കോഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഡിഫറെന്റ് സെക്ഷനിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആദ്യം റിപ്പോർട്ട് ചെയ്യുക, അതിനുശേഷം ലിമിറ്റഡിന്റെ ഒപ്പം മോഡിഫയർ 59 കൂടി അപ്പൻഡ് ചെയ്യണം. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഡിഫറെന്റ് സെക്ഷനില് ലിമിറ്റഡും കംപ്ലീറ്റും സെയിം റീജിയനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്യും, പിന്നെ നമ്മൾ ലിമിറ്റഡിന്റെ ഒപ്പം മോഡിഫയർ 59 കൂടി അപ്പൻഡ് ചെയ്തിട്ട് നമ്മൾ കോഡ് ചെയ്യും. ഫ്രണ്ട്സ്, നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് മനസ്സിലാക്കിയെടുക്കാം. ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. സോ അത് അത്രയ്ക്ക് അക്യുറേറ്റ് ആവണമെന്നില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Complete ultrasound of abdomen followed by limited ultrasound of the abdomen on the same day at a different section would be coded as 76700, 76705 with modifier 59. അതായത് നമ്മൾ കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്, ലിമിറ്റഡും ചെയ്തിട്ടുണ്ട്.
സെയിം ഡേ തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 76700,76705 with the modifier 59 append ചെയ്യണം. Evaluation of vascular structures using both color and spectral Doppler is reported using appropriate CPT 93880 to 93990 from the medicine section. അതായത് നമ്മള് സ്പെക്ട്രൽ ഡോപ്ലർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ സെക്ഷനിൽ നിന്ന് നമ്മൾ കോഡ് ഈ കോഡിന്റെ ഒപ്പം അപ്പൻഡ് ചെയ്യേണ്ടതാണ്. Ultrasound is not reportable if there is no complete evaluation of organ or anatomic region, image documentation and final written report. അതായത് കംപ്ലീറ്റ് ഇവാലുവേഷൻ ഓഫ് ഓർഗൻ നടത്തിയിട്ടില്ലെങ്കിൽ, ഓർഗൻ അല്ലെങ്കിൽ അനാട്ടമിക് റീജിയന്റെ കംപ്ലീറ്റ് ഇവാലുവേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അൾട്രാസൗണ്ട് ഓഫ് ബ്ലാഡർ. We should not report CPT 76775 retroperitoneal ultrasound for bladder ultrasound. Actually, the bladder is located in pelvis. Hence, we need a select the limited pelvis ultrasound study code CPT 76857. അതായത് ബ്ലാഡർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പെൽവിസ് റീജിയനിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 76775 അല്ല ബ്ലാഡർ അൾട്രാസൗണ്ടിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പകരം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് 76857 ആണ്. ഇഫ് ബോത്ത് kidneys and bladder are performed to rule out urinary tract pathology, then we should code CPT 76770. Next, pelvic ultrasound. CPT 76801, 76805, 76811, 76815, 76817. In CPT manual, there are two different sets of codes for obstetrical and non-obstetrical under pelvis. Obstetrical is mainly for pregnant ladies and the non-obstetrical codes can be used for both female and male pelvis examination. Based on the elements listed out in the CPT manual, we need to select the appropriate complete or limited codes. അതായത് ഒബ്സ്റ്റട്രിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രഗ്നന്റ് ലേഡീസുമായി ബന്ധപ്പെട്ടതാണ്. നോൺ ഒബ്സ്റ്റട്രിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫീമെയിലിനും മെയിലിനും പെൽവിസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ബ്രസ്റ്റ് മാമോഗ്രഫി. സ്റ്റാർട്ടിംഗ് ഫ്രം January 2018, all the G codes related to digital mammography procedure are removed and going forward we need to use only the CPT 77065, 77066 and 77067 which include the CAD, Computer Aided Detection Service. CPT selection is based on whether screening or diagnostic studies. Modifier GH and GG. A. If the patient scheduled for screening and the physician found some abnormality, then he converts the screening into a diagnostic procedure. We should bill only the diagnostic mammogram with the modifier GH. Bill only the diagnostic CPT with the GH. അതായത് ഒരു പേഷ്യന്റിനെ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്തു. പക്ഷേ കുറച്ച് അബ്നോർമാലിറ്റീസ് കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീനിങ് എന്നുള്ളത് മാറ്റിയിട്ട് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറായി. സോ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറാണ് അവിടെ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് മാമോഗ്രാം മാത്രം റിപ്പോർട്ട് ചെയ്യുക വിത്ത് മോഡിഫയർ GH. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മള് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടേ ഉള്ളൂ, അതവിടെ പെർഫോം ചെയ്തിട്ടില്ല. പക്ഷെ പെർഫോം ചെയ്തിട്ടുള്ളത് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറാണ് അവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് മാമോഗ്രാം വിത്ത് മോഡിഫയർ GH കൂടി അപ്പൻഡ് ചെയ്യണം. ഇനി നമുക്ക് ബി നോക്കാം. If the patient scheduled for screening and the physician performed screening procedure found some abnormality, then he performed one more procedure, diagnostic mammogram, in the same day, append modifier GG with the diagnostic study.
bill both screening and diagnostic mammogram CPT with modifier GG. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്തു എന്ന് മാത്രമല്ല സ്ക്രീനിങ് പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെർഫോം ചെയ്യുമ്പോഴാണ് അബ്നോർമാലിറ്റീസ് ഫൗണ്ട് ചെയ്തത്. ദെൻ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. സോ രണ്ടാമത്തെ കോഡിന്റെ ഒപ്പം, അതായത് ഡയഗ്നോസ്റ്റിക് മെമ്മോഗ്രാമിന്റെ ഒപ്പം നമ്മൾ മോഡിഫയർ GG കൂടി അപ്പൻഡ് ചെയ്യണം. ബോൺ ഓർ ജോയിന്റ് സ്റ്റഡീസ് ഡെക്സ സ്കാൻ കോഡ്സ് 77080 axial skeleton and CPT 77081 appendicular skeleton bone density study. Mainly, they perform for osteoporosis condition. Next, nuclear medicine. Nuclear medicine is a branch of medicine that deals with the use of radioactive substances to diagnose or treat a health condition. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിനോ ചികിത്സിക്കുന്നതിനോ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുടെ ഉപയോഗം കൈകാര്യം ചെയ്യുന്ന ഒരു മെഡിസിൻ ബ്രാഞ്ചാണ് ന്യൂക്ലിയർ മെഡിസിൻ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണോ എന്ന് ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് അതിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ഡോസ് എന്നൊക്കെ എനിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ നിങ്ങളതൊന്ന് തിരിച്ചറിയണം. Important words to differentiate the nuclear medicine section CPTs: limited, one area; multiple, two or more areas; whole body, head to toe; SPECT, single photon emission computed tomography. 3-phase study. A. Flow phase. Images are obtained 1 minute after injection. അതായത് ഇഞ്ചക്ഷൻ നൽകിയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇമേജസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതാണ് ഫ്ലോ ഫേസ്. നെക്സ്റ്റ്, ബ്ലഡ് പൂപ്പ് ഫേസ്. ഇമേജസ് ആർ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ 5 മിനിറ്റ് ഇഞ്ചക്ഷൻ. അതായത് ഇഞ്ചക്ഷൻ നൽകി 5 മിനിറ്റ് ശേഷമാണ് ഇമേജസ് കിട്ടുന്നതെങ്കിൽ അത് ബ്ലഡ് പൂപ്പ് ഫേസ് ആയിരിക്കും. സി. ഡിലേയ്ഡ് ഫേസ്. ഇമേജസ് ആർ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ 2 to 4 hours with some images after 24 hours. Note: few procedures are performed over multiple days, should not be coded for each individual days. CPT descriptions should be watched carefully. കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കാനിനെ പറ്റിയിട്ട് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, പക്ഷേ ഓരോന്നിൻ്റെയും അബ്രിവേഷൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പെറ്റ് സ്കാൻ എന്ന് പറയുമ്പോൾ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ആണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ മറ്റ് സ്കാനുകൾ എന്താണെന്ന് അബ്രിവേഷൻസ് ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ സെറ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: abdominal angiography with supervision and interpretation. ആൻസർ 75726. എല്ലാവരും CPT ബുക്ക് എടുക്കുക. CPT കോഡ് 75726 നോക്കുക. ആൻജിയോഗ്രഫി വിസറൽ, സെലക്റ്റീവ് ഓർ സൂപ്രാ സെലക്റ്റീവ്. റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഈ വിസറൽ ആൻജിയോഗ്രഫി എന്താണ്? Visceral angiography describe the vascular anatomy of abdominal viscera. സോ ക്വസ്റ്റ്യനിൽ അബ്ഡോമൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ പിക്ക് ചെയ്യേണ്ട കോഡ് 75726 ആണ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് വിസറൽ എന്ന് മെൻഷൻ ചെയ്യില്ല. അബ്ഡോമൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിക്ക് ചെയ്യേണ്ട കോഡ് 75726 ആണ്. ക്വസ്റ്റ്യനിൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോഡിലും സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ മോഡിഫയേഴ്സ് ഒന്നും ഇട്ട് കൊടുക്കരുത്. പക്ഷെ ക്വസ്റ്റ്യനിൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കോഡിലുണ്ട് സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കോഡിൻ്റെ ഒപ്പം മോഡിഫയർ 26 അപ്പൻഡ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കാർഡിയക് MRI ഫോർ ഫങ്ഷൻ വിത്തൗട്ട് ഫോളോഡ് ബൈ വിത്ത് കോൺട്രാസ്റ്റ് ഫോർ സീക്വൻസസ് പെർഫോംഡ് വിത്ത് സ്ട്രെസ് ടെസ്റ്റ്. ആൻസർ നോക്കുക 75563.
cardiac magnetic resonance imaging for morphology and function without contrast material, followed by contrast material and further sequences with stress imaging. Next question, brain imaging for static views. Answer 78605. Brain imaging minimum for static views. ഈ ഒരു കോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. മിനിമം ഫോർ സ്റ്റാറ്റിക് വ്യൂസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മാക്സിമം എന്നല്ല. അപ്പോൾ ഒരു 5-6 സ്റ്റാറ്റിക് വ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ പിക്ക് ചെയ്യേണ്ട കോഡ് 78605 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, cardiac blood pool imaging first pass technique, multiple study with stress test. Answer 78483. Cardiac blood pool imaging first pass technique, multiple studies at rest and with stress, wall motion study plus ejection fraction with or without quantification. Next question, myocardial perfusion imaging planar multiple study. Answer 78454. Myocardial perfusion imaging planar multiple studies at rest and or stress and or redistribution and or rest re-injection. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കോഡുകളാണ് 78451 78453. ക്വസ്റ്റ്യനിൽ സ്പെക്റ്റാണോ പ്ലാനാർ ആണോ, പ്ലാനാർ മീൻസ് സ്പെക്റ്റാണോ എന്ന് ഡയറക്റ്റായിട്ട് തരില്ല. നിങ്ങൾ ആ കോഡ് ശ്രദ്ധിക്കുക. 78451 എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻക്ലൂഡിങ് അറ്റുനേഷൻ കറക്ഷൻ, qualitative or quantitative wall motion, ejection fraction by first pass or gated technique, additional quantification when performed. ഈ ഒരു സെയിം കാര്യം തന്നെ 78453 മെൻഷൻ ചെയ്തിട്ടുണ്ട്, എക്സെപ്റ്റ് ഇൻക്ലൂഡിങ് അറ്റുനേഷൻ കറക്ഷൻ. സോ ക്വസ്റ്റ്യനിൽ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് വാൾ മോഷൻ, ഇജക്ഷൻ ഫ്രാക്ഷൻ ബൈ ഫസ്റ്റ് പാസ് ഓർ ഗേറ്റഡ് ടെക്നിക്, അഡീഷണൽ ക്വാണ്ടിഫിക്കേഷൻ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിക്ക് ചെയ്യേണ്ട കോഡ് 78453 ആണ്, അതായത് പെറ്റിൻ്റെ കോഡാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ അറ്റുനേഷൻ കറക്ഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിക്ക് ചെയ്യേണ്ട കോഡ് 78451 ആണ്. എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, quantitative pulmonary perfusion imaging. Answer 78597. Quantitative differential pulmonary perfusion including imaging when performed. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തെറാപ്യൂട്ടിക്കും ഡയഗ്നോസ്റ്റിക്കും എങ്ങനെയാണ് തിരിച്ചറിയാം എന്നുള്ളതിൻ്റെ ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. അങ്ങോട്ട് കുത്തിയാൽ തെറാപ്യൂട്ടിക്, ഇങ്ങോട്ട് കുത്തിയെടുത്താൽ ഡയഗ്നോസ്റ്റിക്.